ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. +1 മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ 1 സെറ്റ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പാർട്ട് 7 അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ സെക്ഷനുകളിൽ എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ഓഫ് സെറ്റ് അല്ലെങ്കിൽ A-B, പിന്നെ ഡിസ്ജോയിന്റ് സെറ്റ്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിന്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് പ്രോബ്ലംസ് പരിചയപ്പെടാം. നമുക്ക് നോക്കാം. ലെറ്റ് എ സെറ്റ് A equal to set A E I O U and B, the set A B C. അങ്ങനെയാണെങ്കിൽ നമുക്ക് A യൂണിയൻ B എന്താണ്, A ഇന്റർസെക്ഷൻ B എന്താണ്, പിന്നെ A മൈനസ് B എന്താണ്, B മൈനസ് C, ഇതെല്ലാം നമുക്കൊന്ന് കാണാം. ഓക്കെ, ആൻസർ നോക്കൂ. A യൂണിയൻ B എന്താണ്? A യൂണിയൻ B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു A ഓർ എക്സ് ബിലോങ്സ് ടു B. ഏതെങ്കിലും ഒരു സെറ്റിലുള്ളത് അതാണ് A യൂണിയൻ B. ഓക്കെ, അപ്പൊ സെറ്റ് A E I O U, B സെറ്റ് A B C. അങ്ങനെയാണെങ്കിൽ A യൂണിയൻ B എന്താണ്? നമുക്ക് എഴുതാം A E A B C, A B C E I O U. ഇതാണല്ലോ A യൂണിയൻ B. ഇതിൽ സംശയമുണ്ടോ? ഇതിലുള്ളത് ഏതെങ്കിലും എയിലുള്ളത് അല്ലെങ്കിൽ ബിയിലുള്ളത്. അത് നമ്മൾ കോമൺ ആയിട്ടുള്ളത് ഇവിടെ A മാത്രമാണ്. നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. പിന്നെ ബിയും സിയും പിന്നെ E I O U ഇതിലില്ലാന്ന് മാത്രം. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണത്തിലും ഉണ്ടായാൽ മതി. അതാണ് A യൂണിയൻ B. ക്ലിയർ? എളുപ്പമാണ്. പിന്നെ A ഇന്റർസെക്ഷൻ B. A ഇന്റർസെക്ഷൻ B എന്നാ? A ഇന്റർസെക്ഷൻ B ബൈ ഡെഫിനിഷൻ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു A ആൻഡ് എക്സ് ബിലോങ്സ് ടു B. മറ്റത് ഐദർ ഓർ ആയിരുന്നു. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ബിലോങ്സ് ടു ബോത്ത് A ആൻഡ് B. അതാണ് A ഇന്റർസെക്ഷൻ B. ഓക്കെ, അപ്പൊ A ഇതാണ്, B ഇതാണ്. അപ്പൊ അതിന്റെ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തെല്ലാമാണ്? അതാണ് ആ സെറ്റ് A ഇന്റർസെക്ഷൻ B. അപ്പൊ കോമൺ A. പിന്നെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഈ കോമൺ അല്ല, I ഇല്ല, O ഇല്ല, U ഇല്ല, B ഇല്ല, C ഇല്ല, ഇതൊന്നും കോമൺ അല്ല. അപ്പൊ ദി സിംഗിൾട്ടൺ സെറ്റ് A ആണ് ഇതിന്റെ ആൻസർ, A ഇന്റർസെക്ഷൻ B. ക്ലിയർ? A ഇന്റർസെക്ഷൻ B ഇതാണ്. ഇനി A മൈനസ് B എന്താണ്? A മൈനസ് B ഡിഫറൻസ് ഓഫ് സെറ്റ്. അതിന്റെ ഡെഫിനിഷൻ എന്താ? A മൈനസ് B A മൈനസ് B ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു A ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു B. ഏതാ? എന്ത് സെറ്റാണ്? എയിലുള്ള എലമെന്റ്സിന് സെറ്റ്, പക്ഷേ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. എക്സ് ബിലോങ്സ് ടു A ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു B. അതാണ്. അപ്പോ ഇവിടെ A ഇതാണ്, B ഇതാണ്. അപ്പൊ ഇതിലുള്ള സെറ്റ്, ഇതിലുള്ള എലമെന്റ്സ് പക്ഷെ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്താണ്? A ഇതിലുണ്ട് പക്ഷെ ബിയിലുണ്ട്, അപ്പൊ അത് പറ്റില്ല. E ഇതിലുണ്ട് പക്ഷെ ബിയിൽ ഇല്ല. അതന്നെയാണ് വേണ്ടത്. എയിലുള്ള എലമെന്റ്സ് ബിയിൽ ഇല്ലാത്തത്. അപ്പോ I എയിലുണ്ട് ബിയിലില്ല, O എയിലുണ്ട് ബിയിലില്ല, U എയിലുണ്ട് ബിയിലില്ല. പക്ഷെ ബിയിലുള്ളത് നമുക്ക് പരിഗണിക്കേണ്ട കാര്യമില്ല, ബിയിലില്ലാത്തത് വേണ്ടത്. അപ്പൊ ഇതാണ് സെറ്റ് A മൈനസ് B ഈക്വൽ ടു സെറ്റ് E I O U. ക്ലിയർ? ഇനി B മൈനസ് എയും കൂടി നമുക്ക് കാണാം. B മൈനസ്
അതെന്ത് സെറ്റാണ്? ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് നോട്ട് ബിലോങ്സ് ടു എ. ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള സെറ്റ്. അപ്പൊ നമുക്ക് നോക്കണം, ബി ഇതാണ്, എ ഇതാണ്. ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതും. അപ്പൊ ബിയിലുള്ളത് എ, എലമെന്റ് എ ഉണ്ട്, പക്ഷെ അത് ക്യാപിറ്റൽ എയിൽ ഉണ്ട്. അപ്പൊ അത് പരിഗണിക്കാൻ പറ്റില്ല. ബി എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ബിയിലുണ്ട്, പക്ഷെ എയിലില്ല. അപ്പൊ അത് ശരിയാണ്. സ്മോൾ ബി. സ്മോൾ സി ബിയിൽ ക്യാപിറ്റൽ ബിയിലുണ്ട്, പക്ഷെ എയിലില്ല. അപ്പൊ അത് എടുക്കാം, സി. ഇനി അതിലുണ്ടോ ബിയിലുള്ളത്? ബിയിലുള്ളതായിരിക്കണല്ലോ. അപ്പൊ ബിയിലുള്ളതും എയിലില്ലാത്തതും. അപ്പൊ ഇതാണ് സെറ്റ് ബി മൈനസ്. അപ്പൊ നമ്മൾ എ യൂണിയൻ ബി കണ്ടു, എ ഇന്റർസെക്ഷൻ ബി കണ്ടു, എ മൈനസ് ബി കണ്ടു, ബി മൈനസ് എ കണ്ടു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. എ എന്നുള്ളത് ഇങ്ങനെ എടുക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അങ്ങനെ എഴുതാം, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിളും കൂടി ആവണം. എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. അതാണ് സെറ്റ് എ. ഇനി സെറ്റ് ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ലെസ് ദാൻ 6. 6നേക്കാൾ താഴെയുള്ള നമ്പർ, 6നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പർ. ഈ രണ്ട് സെറ്റ് എടുക്കുന്നു. ഇതിന്റെ നമുക്ക് ഇതുപോലെ തന്നെ എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും ഒക്കെ കാണാം. എ യൂണിയൻ ബി, എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി, ബി മൈനസ് സി. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ 4 ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എ യൂണിയൻ ബി. അതിന് നമുക്ക് ഇത് സെറ്റ് ബിൽഡർ ഫോമിലായതുകൊണ്ട് ക്ലോസ്ഡ് ഫോമിലേക്ക് മാറ്റി എഴുതുന്നതാണ് നമുക്ക് അഭികാമ്യം. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ക്ലോസ്ഡ് ഫോമിലേക്ക് എഴുതാം. അപ്പൊ എ ഈക്വൽ ടു ദി സെറ്റ് എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. ഇപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 എന്താണ്? അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഏതാ? മൾട്ടിപ്പിൾ ഓഫ് 3. 1 into 3 3, 2 into 3 6, 3 into 3 9, 4 into 3 12, etc. 15, etc. അതാണ് എ എന്നുള്ള സെറ്റ്. അത് റോസ്റ്റർ ഫോമിൽ എഴുതിയപ്പോൾ നമുക്ക് ക്ലാരിഫൈ കിട്ടി. ഇനി ബി എന്നുള്ള സെറ്റ് നമ്മൾ എഴുതുന്നു. അത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുന്നു. എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ലെസ് ദാൻ 6. അപ്പൊ നാച്ചുറൽ നമ്പർ ആണ്. 6നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ. അപ്പോ 1 തൊട്ട് തുടങ്ങും. 1 2 3 4 5. 6 ഉണ്ടോ? 6 ഇല്ല. ലെസ് ദാൻ 6 ആണ്. സോറി. അപ്പോ 1 2 3 4 5. ഇനി നമുക്ക് എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി ഒക്കെ കാണാം. അപ്പൊ ഇനി എ യൂണിയൻ ബി ഈക്വൽ ടു എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല് ഐദർ ഇൻ എ ഓർ ഇൻ ബി. ക്ലിയർ? അപ്പോ എയിലുള്ളതും അല്ലെങ്കിൽ ബിയിലുള്ളത്. ഇപ്പൊ 3 ഇത് രണ്ടിലുണ്ട്, ആയിക്കോട്ടെ. 6 9 12 നമുക്ക് ക്രമമായിട്ട് എഴുതാം. അപ്പോ ആദ്യം 1 2 1 2 3 4 5. അപ്പൊ ഇതും ഫുള്ളായി. പിന്നെ ഇതിന് കോമൺ ആയിട്ടുള്ള എഴുതണ്ട, 3 ആണ്. പിന്നെ 5 മുതൽ 6 9 12 പിന്നെ എക്സെട്രാ. ഇത്രയും എലമെന്റ്സ് ഇതിലുണ്ട്. ഇത് ഇൻഫിനിറ്റ് ആണ്, ഇത് ഇൻഫിനിറ്റ് ആണ്, എ ഇൻഫിനിറ്റ് ആണ് ആണല്ലോ. മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഇൻഫിനിറ്റ് ആണിത്. അതുപോലെ തന്നെ എ യൂണിയൻ ബി അപ്പോ ഇൻഫിനിറ്റ് ആണ്. ഇവിടെ 1 2 3 4 5 കഴിഞ്ഞാൽ
6 കഴിഞ്ഞാൽ പിന്നെ 9, 12, 15 അങ്ങനെ പോകും. ക്ലിയർ? അപ്പൊ ഇതാണ് എ യൂണിയൻ ബി. ഇനി എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിലോ, എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എന്ത് സെറ്റാണ്? എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ ഈ സെറ്റ് നമുക്ക് എയും ബിയും മനസ്സിലായി. അത് ഇന്റർസെക്ഷൻ ആണ് പറയുന്നത്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ്. അതാണല്ലോ എ ഇന്റർസെക്ഷൻ ബി. അത് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാ? 1, 2, 3, 4, 5. ഇതിൽ 3 കോമൺ ആണ്. 3 കോമൺ ആണ്. പിന്നെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഈ ബിയിൽ വേറെ ഒന്നുമില്ല. 5 വെച്ച് നിൽക്കുക. ഇവിടെ 6, 9, 12, 15 ആണ്. അപ്പൊ അതിൽ കോമൺ ആയിട്ട് 3 മാത്രമേ ഉള്ളൂ. അപ്പൊ സെറ്റ് 3, ദി സിംഗിൾട്ടൺ സെറ്റ്. ഇതിൽ സംശയം ഉണ്ടോ? ഇതിന് കോമൺ ആയിട്ട് എയും ബിയും, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു ബോത്ത് എ ആൻഡ് ബി, രണ്ടിലും ഉള്ളത്. അത് ഈ 3 മാത്രമേ ഉള്ളൂ. കണ്ടോ? 1, 2 ഇതിലില്ല, 4, 5 ഇതിലില്ല, 6, 9 ഇതിലില്ല. അപ്പൊ ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ, എ ഇന്റർസെക്ഷൻ ബി. ഇനി എന്താ എ മൈനസ് ബി? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലില്ലാത്ത സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to A and x not belongs to B. എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ സെറ്റ് എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ എയിലുള്ളത് 3, 6, 9, 12. അപ്പൊ 3 നോക്കാം. 3 എയിലുണ്ട്, ബിയിലുണ്ട്, അതുകൊണ്ട് അത് പരിഗണിക്കാൻ പറ്റില്ല. 6 എയിലുണ്ട്, ബിയിലില്ല, അതുകൊണ്ട് 6 എഴുതാം. 9 എയിലുണ്ട്, ബിയിലില്ല, അതുകൊണ്ട് 9 എഴുതാം. 12 ഉണ്ട്, ബിയിലില്ല. ഇനി എല്ലാം നമുക്ക് എഴുതാം, എക്സെട്ര അല്ലെ? 6, 9, 12, 15 എക്സെട്ര. അപ്പൊ അതാണ് എ മൈനസ് ബി. അപ്പൊ ഇതും ഇൻഫിനിറ്റ് സെറ്റ് ആണ്. എ മൈനസ് ബി. എ മൈനസ് ബി സംശയം ഉണ്ടോ? എ മൈനസ് ബി, എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സിന്റെ സെറ്റ്. എയിലുള്ളത് 3 നോക്കുകയാണെങ്കിൽ അത് എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതുമായിരുന്നു. എയിലുള്ളത് 3, ബിയിലില്ല, ബിയിലുണ്ട്, അതുകൊണ്ട് 3 എഴുതിയിട്ട് നമ്മള്. 6 എയിലുണ്ട്, ബിയിലില്ല, അതുകൊണ്ട് 6 മുതൽ എഴുതി. ഇതാണ് എ മൈനസ് ബി. അതുപോലെ തന്നെ ബി മൈനസ് എ മുതൽ നമുക്ക് എഴുതാം. ബി മൈനസ് എ ഒന്ന് ആലോചിച്ച് നോക്കൂ. ബി മൈനസ് എ അതായത് ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സിന്റെ സെറ്റ്. ഇപ്പൊ ബിയിലുള്ളത് 1, അത് എയിലില്ല, അതുകൊണ്ട് 1 വരും. 2 അത് ബിയിലുണ്ട്, എയിലില്ല, അതുകൊണ്ട് 2 വരും. 3 ബിയിലുണ്ട്, എയിലുണ്ട്, അത് പറ്റില്ല. 4 ബിയിലുണ്ട്, എയിലില്ല, അതുകൊണ്ട് 4 വരും. ബിയിലുണ്ട് 5, എയിലില്ല, അതുകൊണ്ട് 5 വരും. പിന്നെ ബിയില് ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ വെച്ച് വരും. ഓക്കെ. ബി മൈനസ് എ ഈക്വൽ ടു 1, 2, 4, 5. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇനി വേറെ ഒരു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to n 1 less than x less than or equal to 6. Another set x belongs to n 6 less than x less than or equal to 10. അപ്പൊ അത് സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ a set of all x such that x belongs to n, x1 less than x less than or equal to 6. ഇതാണ് ഒരു സെറ്റ്. രണ്ടാമത്തെ സെറ്റ് ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to എന്ന് പറഞ്ഞാൽ x is a natural number. ഓക്കെ. 6 less than x less than or equal to 10. ഇതാണ് രണ്ടാമത്തെ സെറ്റ്. അപ്പൊ സെറ്റ് എ ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to n 1 less than x less than or equal to 6. B equal set of all x such that x belongs to n x6 less than x less than or equal to 10. ഇതുപോലെ തന്നെ എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി, ബി മൈനസ് എ നമുക്ക് കാണും. അപ്പൊ നമ്മൾ ഇത് സെറ്റ് ബിൽഡർ ഫോമിലായതുകൊണ്ട് നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. എന്നാലും നമുക്ക് അത് ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോൾ സെറ്റ് എ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. 1 less than x less than or equal to 6. അപ്പൊ ഏത് എലമെന്റ് എവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും? നാച്ചുറൽ നമ്പർ 1 ഉണ്ടോ? 1 വരില്ല, കാരണം ലെസ് ദാൻ 6 x ആണ്.
അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല അവിടെ. അപ്പൊ 1 എക്സ്ക്ലൂഡഡ്. അപ്പൊ അടുത്ത നാച്ചുറൽ നമ്പർ ഏതാ? 2. 2, 3, 4, 5, 6 ഉണ്ടോ? യെസ്, 6 ഉണ്ട്. ഇൻക്ലൂഡിംഗ് 6 ഈക്വൽ ടു നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. Therefore a equal to ഇത്. ഇനി b equal to set. ഏത് സെറ്റാ? b. b equal to the set x belongs to 6 less than x less than or equal to 10. അപ്പൊ 6 വരുമോ? ഇല്ല, 6 വരില്ല. അപ്പൊ 7 മുതൽ തുടങ്ങാം. നാച്ചുറൽ നമ്പർ ആണ്, അപ്പൊ കൗണ്ടിങ് നമ്പർ ആണ്. 7, 8, 9, 10 വരും ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പൊ നമുക്ക് ക്ലാരിഫൈ ആയി. റോസ്റ്റർ ഫോമില് സെറ്റ് എ ഈക്വൽ ടു 2, 3, 4, 5, 6, സെറ്റ് ബി ഈക്വൽ ടു ദി സെറ്റ് 7, 8, 9, 10 കിട്ടി. ഇനി നമുക്ക് എ യൂണിയൻ ബി സിമ്പിൾ ആയിട്ട് കാണാം. എ യൂണിയൻ ബി ഈക്വൽ ടു എയിലുള്ളതും അല്ലെങ്കിൽ ബിയിലുള്ളതും ഏതെങ്കിലും ഒന്നിൽ ഉള്ളത്. അപ്പൊ 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതാണ് ഇതിന്റെ ആൻസർ. 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ എ യൂണിയൻ ബി കിട്ടി. ക്ലിയർ അല്ലേ? എ യൂണിയൻ ബി either in A or in B. Set of all x such that x belongs to A or x belongs to B. ഏതെങ്കിലും ഒന്നിൽ ഉണ്ടായാൽ മതി. അത് മുഴുവൻ നിരത്തി എഴുതിയാൽ അത് എ യൂണിയൻ ബി ആയി. ഇനി എ ഇന്റർസെക്ഷൻ ബിയോ? A intersection B equal to the elements, set of all elements, those both in A and B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് അതാണ്. അപ്പൊ എന്താ? എയിൽ കോമൺ 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിൽ ഏതെങ്കിലും എലമെന്റ് കോമൺ ആയിട്ടുണ്ടോ? 2, 3, 4, 5, 6, 6 വരെ ഇതിലൊന്നുമില്ല. പിന്നെ 7, 8, 9 ഉണ്ട്. അപ്പൊ കോമൺ ആയിട്ട് എന്താണ് ഉള്ളത്? അതിന്റെ. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഇതിൽ ആൻസർ എന്താ? നൾ സെറ്റ്, എംപ്റ്റി സെറ്റ്. അങ്ങനെ എഴുതാ. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ. എംപ്റ്റി സെറ്റ് ആണ് എ ഇന്റർസെക്ഷൻ ബി. ക്ലിയർ? അടുത്തത് എ മൈനസ് ബി. എ മൈനസ് ബി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to A and x not belongs to B. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എയിലുള്ളതും ബിയില് ഇല്ലാത്തതുമായ എലമെന്റ്സിന്റെ സെറ്റ്. എയിലുള്ളതും ബിയിൽ ഇല്ലാത്തത്. അപ്പൊ എയിലുള്ളത് 2, 3, 4, 5, 6. അപ്പൊ 2 സെറ്റ് 2 എയിലുണ്ട്, ബിയിലില്ല, അതുകൊണ്ട് 2 എലമെന്റ് ആണ്. 3 എയിലുണ്ട്, ബിയിലില്ല, അതുകൊണ്ട് 3 എലമെന്റ് ആണ്. 4 അതുപോലെ തന്നെ ബിയിലില്ല. 5 ബിയിലില്ല, ബിയിലുണ്ടാവാൻ പാടില്ലല്ലോ. 6 ബിയിലില്ല. അപ്പൊ 2, 3, 4, 5, 6 തന്നെയാണ് എ മൈനസ് ബി. അതായത് എ തന്നെയാണ് ആൻസർ. എ തന്നെയാണ് ആൻസർ. എ മൈനസ് ബി ഈക്വൽ ടു എ. ക്ലിയർ? എ മൈനസ് ബി ഈക്വൽ ടു എ. ഇനി ബി മൈനസ് എ അത് വിചാരിക്കോ? ബി മൈനസ് എ കാണൂ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു ബി ആൻഡ് നോട്ട് ബിലോങ്സ് ടു എ. ബിയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെന്റ്സിന്റെ സെറ്റാണ് ബി മൈനസ് എ. ഇപ്പൊ ഇവിടെ ബി നമുക്ക് 7, 8, 9, 10 ആണ്. എ 2, 3, 4, 5, 6 ആണ്. അപ്പൊ ബിയിലുള്ളത്, അപ്പൊ ആദ്യം ബി വെച്ച് പിടിക്കാം. 7 അത് ഏഴില്ല, 8 ഏഴില്ല, അപ്പൊ അതെല്ലാം ഇതിൽ വരും. 9 ബിയിലുണ്ട്, ഏഴില്ല. 10 ബിയിലുണ്ട്, ഏഴില്ല. 7, 8, 9, 10 സെറ്റ് 7, 8, 9 അത് ഏത് സെറ്റാ? ഈക്വൽ ടു ബി. അപ്പൊ എ മൈനസ് ബി ഈക്വൽ ടു എ ആണ്, ബി മൈനസ് എ ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ നമ്മൾ കാണേണ്ടത്. അത് നമ്മൾ സെറ്റ്, രണ്ട് സെറ്റ് തന്നാൽ അതിന്റെ യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, എ മൈനസ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് രണ്ടു വഴിക്കും എ മൈനസ് ബി, ബി മൈനസ് എ, ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പൊ ഇനി നമുക്ക് വീണ്ടും കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. സെറ്റ് എ ഈക്വൽ ടു 1, 2, 3.
സെറ്റ് ബി ഈക്വൽ ടു 5. ഇതാണ് നമുക്ക് തന്നുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബിയും എ മൈനസ് ബി ബി മൈനസ് എ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി ഒന്ന് കണ്ടോ. എ യൂണിയൻ ബി എന്താണ്? ഐദർ ഇൻ എ ഓർ ഇൻ ബി. ഐദർ ഇൻ എ ഓർ ഇൻ ബി, അതാണ് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ്. അങ്ങനെയുള്ള എലമെന്റ്സും സെറ്റ് ഒന്നുകിൽ എയിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിയിലുണ്ടായിരിക്കണം. ഇവിടെ എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലൊന്നുമില്ല. അപ്പൊ എയിലുള്ളത് ഏത്? 1 2 3. അപ്പൊ എ യൂണിയൻ ബി ഈക്വൽ ടു ഇവിടെ എ ആണ് ആൻസർ. ഇനി എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിലോ? എ ഇന്റർസെക്ഷൻ ബി എലമെന്റ്സ് ബോത്ത് ഇൻ എ ആൻഡ് ബി, രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ എന്ത്? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എ ബി, രണ്ടിലും കോമൺ ഏതാ? രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ബി എന്നുള്ളത് 5 ആണ്, അത് നൾ സെറ്റ് ആണ്. ഇത് 1 2 3 ആണ്. അപ്പൊ എന്താണ് അതിന്റെ ഇന്റർസെക്ഷൻ? എ ഇന്റർസെക്ഷൻ ബി ഏതാ? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നൾ സെറ്റ്. ഇവിടെ വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ 5 എഴുതാം. മനസ്സിലായോ? അപ്പൊ ബി എന്ന് പറഞ്ഞ 5 എന്ന് പറഞ്ഞതില് എലമെന്റ് കിട്ടുന്നതിന്റെ അർത്ഥം 5 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഒന്നും ഇല്ല ഇവിടെ. ഇത് നൾ സെറ്റിന്റെ ഡിനോട്ട് ചെയ്യുന്നതാണ് 5, അല്ലെങ്കിൽ നൾ സെറ്റ് എന്നായിരിക്കും. അപ്പൊ അതിൽ എംപ്റ്റി സെറ്റ് ആണ്, ഇല്ല അതിൽ. അപ്പൊ അത് രണ്ടിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? കോമൺ ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇതാണ് എ ഇന്റർസെക്ഷൻ. ഇനി എ മൈനസ് ബിയോ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ആൻഡ് നോട്ട് ബിലോങ്സ് ടു ബി. എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ എയിലുള്ളതും ബിയിലില്ലാത്തതും. എയിലുണ്ട് 1 2 3, അത് ബിയിലുണ്ടോ? ഇല്ല. ബി നൾ സെറ്റ് ആണ്, അതിലില്ല. അതുകൊണ്ട് എയിലുള്ളതും ബിയില്ലാത്തതുമായ സെറ്റ് ഏതോ അതിന്റെ സെറ്റ് എ തന്നെ വരും. 1 2 3 സെറ്റ് എ ആണ് ആൻസർ. എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 1 2 3 തന്നെ, എയിലുള്ളതും ബിയില്ലാത്തതുമായത്. ഇനി ബി മൈനസ് എ നോക്കൂ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സിന്റെ സെറ്റ്, അതായത് എയിലുണ്ടാവാൻ പാടില്ല. ബിയിലുള്ള എലമെന്റ്സ് സെറ്റ് എയിലുണ്ടാവാൻ പാടില്ല. ബിയിലുള്ള എലമെന്റ്സ് എന്താ? 5 ആണോ? 5 ഇല്ല, അതിലൊന്നുമില്ല. ബിയിലുള്ള എലമെന്റ്സ് ഒന്നുമില്ല. എയിൽ ഇത്ര എലമെന്റ്സ് ഉണ്ട്, എയിലുണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ? അത് നൾ സെറ്റ് ആണ്. ബി മൈനസ് എ നൾ സെറ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഒരു ഐഡിയകളാണ്. ഈ ഐഡിയകൾ തെറ്റാൻ പാടില്ല. നമ്മൾ ചിന്തിക്കണം. ഇതിലൊരു കാര്യമായിട്ട് സ്റ്റെപ്പുകളൊന്നും എഴുതാനില്ല. കറക്റ്റായിട്ട് ആ പോയിന്റ് മാത്രം നമ്മൾ എഴുതുന്നതിന് സമയവും വേണ്ട. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ പഠിക്കാൻ ഒന്നുമില്ല. പക്ഷെ അത് ഓർമ്മയിൽ നിൽക്കണം എന്ന് മാത്രം. അപ്പൊ അതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മളിത് റെഫർ ചെയ്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എന്നാലും നമുക്കത് ഓർമ്മയിൽ നിൽക്കും. പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ എഴുതി നോക്കണം, ചിന്തിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് ഒരു സ്റ്റെപ്പില്ല. നമ്മൾ ഇങ്ങനെ എഴുതി തന്നെ എത്ര മാർക്ക് കിട്ടും? അപ്പോ നമുക്ക് സമയം പോവില്ല. തെറ്റ് വളരെ ഐഡിയപരമായിട്ട് മനസ്സിലാക്കുക. അത് ജസ്റ്റ് ഒരു ലൈൻ 2 ലൈൻ എഴുതി കഴിഞ്ഞാൽ പറ്റും. ക്ലിയർ? ഇപ്പൊ സമയം പോവില്ല. ഓക്കെ, ഇനി അടുത്തൊരു സെറ്റ്, കുറച്ച് സെറ്റുകൾ കൺസിഡർ ചെയ്യും. അതിന് കുറച്ച് വർക്കുകളുണ്ട്. സെറ്റ് എ. സെറ്റ് എ ഈക്വൽ ടു 3 5 7 9 11. ബി സെറ്റ് ബി കൺസിഡർ ചെയ്യാം. സെറ്റ് ബി ഈക്വൽ ടു എന്താണ്? 7 9 11 30. സെറ്റ് സി ഈക്വൽ ടു 11 30 50. Set D equal to 50 70. അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എന്താണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി കാണണം.
എ ഇന്റർസെക്ഷൻ, അത് ഫസ്റ്റ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി കാണണം. അപ്പൊ അത് നമ്മളെങ്ങനെ കാണും? അപ്പൊ നമ്മൾ ആദ്യം ബി യൂണിയൻ ഡി കാണണം. ബി യൂണിയൻ ഡി. ഓക്കെ, അപ്പോ ബി യൂണിയൻ ഡി. ഇപ്പൊ ബി എന്നുള്ള സെറ്റ് ബി, ഇവിടെ ഡി എന്നുള്ള സെറ്റ്, ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ ഐദർ ഇൻ ബി എലമെന്റ്സ്, ഐദർ ഇൻ ബി ഓർ ഇൻ ഡി, ഏതെങ്കിലും ബിയിലോ അല്ലെങ്കിൽ ഡിയിലോ ഉള്ള എലമെന്റ്സിന്റെ സെറ്റ്. അപ്പൊ ഇരിക്കും 7, 9, 11, 13, 15, 7. ക്ലിയർ ആയില്ലേ? ബി യൂണിയൻ ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസർ, ബി യൂണിയൻ ഡി. ഇനി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി കാണണം. അപ്പോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി, ആ ഏത് സെറ്റ്? എ എന്നുള്ള സെറ്റ് 3, 5, 7, 9, 11. ബി യൂണിയൻ ഡി എന്നുള്ള സെറ്റ് 7, 9, 11, 13, 15, 17. അപ്പൊ എയിലും ബി യൂണിയൻ ഡിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന്റെ സെറ്റ്, അതാണല്ലോ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് എന്താ? 3, 5 വരിക, 7, 9, 11. കണ്ടോ? 7, 9, 11. 13, 15, 17 ഇല്ല. അപ്പൊ 7, 9, 11. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡിയിലെ ആൻസർ. ക്ലിയർ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ അതിൽ തന്നെ, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇത് കാണാൻ തിരിക്കാം. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഈ സെറ്റുകൾ തന്നെ യൂസ് ചെയ്തിട്ട് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് അതിന്റെ ആൻസർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പറയൂ. അതായത് എ ഇന്റർസെക്ഷൻ ബി കാണാം, പിന്നെ ബി യൂണിയൻ സി കാണാം, അത് രണ്ടും സെപ്പറേറ്റ് കാണാം, എന്നിട്ട് അത് രണ്ടും തമ്മിൽ ഇന്റർസെക്ഷൻ കാണാം. അതാണ് എന്റെ സ്റ്റെപ്പ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് ആദ്യം കാണാം. എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ ബി, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് സെറ്റ്. 3, 5, 7, 9, 11. 7, 9, 11, 13. അപ്പൊ നമുക്ക് മനസ്സിലായി 7, 9, 11 ആണ് എ ഇന്റർസെക്ഷൻ ബി. ക്ലിയർ? ഇനി ബി യൂണിയൻ സിയോ? ബി യൂണിയൻ സി ആണോ അടുത്ത് കാണുന്നത്? ബി യൂണിയൻ സിയോ? ബി യൂണിയൻ സി ബി സി. ബി സി അതിൽ ഏതെങ്കിലും ഒരു സെറ്റിൽ ഉള്ള എലമെന്റ്സ് എല്ലാം കൂട്ടിയാകും. അപ്പൊ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 7, 9, 11, 13. റിപ്പീറ്റ് ചെയ്യണ്ട, 11, 13 റിപ്പീറ്റ് ചെയ്യണ്ട, പിന്നെ 15. ഇതാണ് ബി യൂണിയൻ സി. ഓക്കെ, അങ്ങനെ ആവുമ്പോ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കാണാനായിട്ട് എങ്ങനെ കാണുന്നു? ഏതാണ് സെറ്റ് വരാം? എ ഇന്റർസെക്ഷൻ ബി, അത് ഈ സെറ്റ്. ബി യൂണിയൻ സി ഈ സെറ്റ്. ഈ രണ്ട് സെറ്റ് ഇന്റർസെക്ഷൻ, അതായത് രണ്ട് സെറ്റിലും എ ഇന്റർസെക്ഷൻ ബിയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് സെറ്റ്, അതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഓക്കെ, അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് സെറ്റ് ഏതാ? 7, 9, 11. 7, 9, 11, 13, 15. 7, 9, 11. 7, 9, 11. ഇതാണ് ഇതിന്റെ ആൻസർ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതിന്റെ ആൻസർ തന്നെയാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ഡി. 7, 9, 11 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ, എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇത് കാണണം. ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് കാണണം. എ യൂണിയൻ ഡി ആദ്യം കാണണം, പിന്നെ ബി ഇന്റർസെക്ഷൻ സി കാണണം. എ യൂണിയൻ ഡി നമ്മൾ ഇവിടെ നിന്ന് കണ്ടെത്തിയല്ലോ, ബി ഇന്റർസെക്ഷൻ സിയും കണ്ടെത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സെപ്പറേറ്റ് കാണണം. അപ്പൊ ആൻസർ എ യൂണിയൻ ഡി. എ യൂണിയൻ ഡി എന്ന് പറഞ്ഞ സെറ്റ് ഏതാ? എ യൂണിയൻ ഡി.
എയും ഡിയും ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ either in A or in D. So 3, 5, 7, 9, 11, 15, 17. 3, 5, 7, 9, 11, 15, 17. ഈ എല്ലാ എലമെന്റ്സും വരും. ഇതെല്ലാം നിരത്തി എഴുതിയാല് എ യൂണിയൻ ഡി വന്നു. ക്ലിയർ? ഇനി നമുക്ക് കാണേണ്ടത് ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി കാണുകയാണെങ്കിലോ ബി ഇന്റർസെക്ഷൻ സി, ബിയും സിയും ഇതിന്റെ ഇന്റർസെക്ഷൻ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന് സെറ്റ്. 7, 9 ഇല്ല, 11, 13 ഉണ്ട്. 11, 13, 15 ഇല്ല. അപ്പൊ 11, 13 വന്നു. ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു 11, 13. ഇതാണ് ബി ഇന്റർസെക്ഷൻ സി. ദെൻ എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എന്താണ്? ഈ സെറ്റ് എ യൂണിയൻ ഡിയും ബി ഇന്റർസെക്ഷൻ സിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിന് സെറ്റ്. അതാണ് എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. അപ്പൊ 3, 5 ഇല്ല, 7, 9 ഇല്ല, 11 ഉണ്ട്, 15, 17 ഇല്ല, ഇവിടെ 13, 11 മാത്രമാണ്. എ യൂണിയൻ ഡി ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു ദി സെറ്റ് 11. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് നമ്മൾ കാണുന്നത്. ക്ലിയർ? അപ്പൊ ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഇനി നമുക്ക് ചെയ്യാം. ഇപ്പൊ അത്യാവശ്യം യൂണിയൻ വെച്ചിട്ടുള്ളതും ഇന്റർസെക്ഷൻ വെച്ചിട്ടുള്ളതും ഡിഫറൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് വേറെ സബ് ടോപ്പിക്, ഇമ്പോർട്ടന്റ് ആയ വേറെ സബ് ടോപ്പിക്കിൽ കിടക്കാം. അപ്പൊ അടുത്ത ടോപ്പിക് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്? കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ബാക്കി എന്തോ ഉണ്ട്, അതാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാല്. യു ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് കരുതുക, എ അതിന്റെ സബ്സെറ്റ് ആണെന്ന് കരുതുക, എ സബ്സെറ്റ് ഓഫ് യു. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഓക്കെ, അതായത് എ കോംപ്ലിമെന്റ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, എ കോംപ്ലിമെന്റ്. അപ്പൊ യുവിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സിന് സെറ്റ്, യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ഈ സബ്സെറ്റ് എയിൽ ഇല്ലാത്തതുമായ എലമെന്റ് സെറ്റ്, അപ്പോഴാണ് കോംപ്ലിമെന്റ് സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാം. വെൻ ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലായി. അപ്പൊ വെൻ ഡയഗ്രം വരയ്ക്കും. വെൻ ഡയഗ്രത്തിൽ ഇത് യു എന്ന് കൊടുത്തു, യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ കാണിച്ചു. ഇത് എ എന്ന് ഒരു സെറ്റ്, എ എന്നുള്ള സെറ്റ്. അപ്പൊ നമ്മൾ എ ഡാഷ്, അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞല്ലോ യുവിന് ഉള്ളത് എ ഇതിന്റെ സബ്സെറ്റ് ആണ്, എ സബ്സെറ്റ് ഓഫ് യു ആണ്. അതുപോലെയാണ് നമ്മൾ വെൻ ഡയഗ്രം വരച്ചേക്കുന്നത്. യുവിന് ഉള്ളിലാണ് എ സബ്സെറ്റ് ആണ് യുവിന്റെ. അപ്പൊ എ സബ്സെറ്റ് ഓഫ് യു. അപ്പൊ എ ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിന് ഉള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെന്റ്സ് സെറ്റ്. യുവിനുള്ളതും എ ഇല്ലാത്ത ഭാഗം ഇതാണ്, പുറമെയുള്ള ഭാഗം യുവിനുണ്ടാവണം. മനസ്സിലായോ? അപ്പോ ഇതാണ്. ഈ മാർക്ക് ചെയ്ത ഭാഗമാണ് എ ഡാഷ്. ക്ലിയർ ആയോ? എ ഡാഷ് എന്ന് പറഞ്ഞത്, എ ഡാഷ് എന്ന് പറഞ്ഞാല് എയിൽ ഇല്ലാത്തതും യുവിലുള്ളതുമായ ഭാഗം എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ഒന്നുമില്ല, യു മൈനസ് എ, അതാണ് എ ഡാഷ്. യു മൈനസ് എ ഈക്വൽ ടു എ ഡാഷ്, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറയും. എ കോംപ്ലിമെന്റ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ എ ഡാഷ് എന്ന് വായിക്കാം. യു മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. അതാണല്ലോ യു മൈനസ് എ. എ മൈനസ് ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ
elements such that x belongs to A and x not belongs to B. അതാണ് A minus B. അതുപോലെ x belongs to U and x not belongs to B. That is equal to set of all x such that x belongs to U and x not belongs to A. ഇതാണ് U മൈനസ്. അത് തന്നെയാണ് A ഡാഷ് അല്ലെങ്കിൽ A കോംപ്ലിമെന്റ്. അപ്പൊ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? A കോംപ്ലിമെന്റ് ഈക്വൽ ടു the set of all x such that x belongs to U and x not belongs to A. എന്ത് സെറ്റ്? ഏത് എലമെന്റ് സെറ്റ്? യുയിലുള്ള എലമെന്റ്സ് സെറ്റ്. പക്ഷെ അത് എയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ എയിൽ ഇല്ലാത്തതും യുയിലുള്ളതുമായ എലമെന്റ്സ് സെറ്റാണ് എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എ ഡാഷ്. വെൻ ഡയഗ്രത്തിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. Set of all students in your 11th class. Let A be the set of all students in your, U be the set of all students in your class. Let A be the set of all girls in your class. U be the set of all students in your class. A be the set of all girls in your class. Then add a complement. എന്തായിരിക്കും? Definitely set of all boys, set of all x such that x is a boy. Set of all boys in your class. അതാണ് A complement. U set of all students in your class. A set of all girls in your class. Then A complement is a set of all boys in your class. ഇപ്പൊ ബാക്കിയുള്ളത് ബോയ്സ് ആണല്ലോ. അതാണ്. അപ്പോ ഗേൾസിന്റെ സെറ്റിലില്ല. ഗേൾസ് സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നിങ്ങളുടെ ക്ലാസിന്റെ സെറ്റിൽ ബോയ്സ് ഉണ്ട്. അതാണ് എ കോംപ്ലിമെന്റ്. അതുപോലെ തന്നെയാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ഡാഷ് കോംപ്ലിമെന്റോ? എ ഡാഷ് എന്ന് പറഞ്ഞത് സെറ്റ് ഓഫ് ഓൾ എക്സ്, സെറ്റ് ഓഫ് ഓൾ ബോയ്സ് നിയർ ക്ലാസ്. അതിന്റെ കോംപ്ലിമെന്റോ? സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ഓഫ് ഓൾ ഗേൾസ്. A dash of dash. A complement of complement. A set of all girls. അതെന്താണ്? സെറ്റ് ഓഫ് ഓൾ ഗേൾസ് ഏതാ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ ആണ്. ക്ലിയർ ആയോ? അതിനർത്ഥം എ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ് ഈക്വൽ ടു എ. എ കോംപ്ലിമെന്റ് ഓഫ് കോംപ്ലിമെന്റ് ഈക്വൽ ടു എ. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് കോംപ്ലിമെന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. എ കോംപ്ലിമെന്റ് അത് തന്നെയാണ് യു മൈനസ് എ. യു മൈനസ് എ എന്ന് പറഞ്ഞാലും എ കോംപ്ലിമെന്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ യു, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ യു ആൻഡ് നോട്ട് ഇൻ എ. അതാണല്ലോ എ ഡാഷ്. സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇതാണ് കോംപ്ലിമെന്റ് എന്നുള്ള കൺസെപ്റ്റ്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, പിന്നെ ഡിസ്ജോയിന്റ് സെറ്റ്സ്, അവസാനം നമ്മൾ കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്. ഇനി നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യണം. ഇനി അധികം കുറച്ച് പ്രോബ്ലംസ് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. താങ്ക് യു.